തിരുവനന്തപുരം കവലയൂരിൽ നായയെ കാവൽ നിർത്തി ലഹരി കച്ചവടം. സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. പ്രതിയുടെ വീട് വളഞ്ഞാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഇവരുടെ വീട്ടിൽ നിന്ന് വൻ മയക്കുമരുന്ന് ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ നായയെ കാവൽ നിർത്തിയാണ് ലഹരി കച്ചവടം. വിശദാംശങ്ങൾ. അതേ അക്കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ലഹരി വിൽപ്പന എന്ന ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയത്. കടക്കാവൂർ പോലീസാണ് ഇത്തരത്തിലൊരു പരിശോധന ഷാഡോ ടീമുമായി ചേർന്ന് പരിശോധന നടത്തിയിട്ട് കടക്കാവൂരിൽ കവലയിലാണ് ഇത്തരത്തിൽ ലഹരി കച്ചവടം നടക്കുന്നതായുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് ഈ ഷാഡോ ടീം അംഗങ്ങളടക്കം വീട് വളയുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. കവലയൂർ, ആറ്റിങ്ങൽ, നഗരൂർ സ്വദേശികളായ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഷൈൻ, രാഹുൽ, ബിജോയ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഷൈനിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് 10 ഗ്രാമോളം കഞ്ചാവും 600 ഗ്രാമോളം MDMA-യുമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം, അതായത് ലഹരി സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. മറ്റ് സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. പോലീസ് ഈ പരിശോധന നടത്തിയ സമയത്താണ് വീട്ടിൽ നായ്ക്കളെ കുറിച്ചധികം ശ്രദ്ധയിൽപ്പെട്ടത്. 7ഓളം നായ്ക്കൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ നായ്ക്കളെ വളർത്തി ഈ ആക്രമണം എന്തെങ്കിലും ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണമോ പോലീസിന്റെ ഒരു നീക്കമോ ഒക്കെ ഉണ്ടായാലും അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ നായ്ക്കളെ വളർത്തിയതെന്ന ഒരു കാര്യമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ആ വീടുമായി ബന്ധപ്പെട്ട് ഈ നായ്ക്കളുടെ വലിയ രീതിയിലുള്ള കാവൽ ഉണ്ടായിരുന്നു. എല്ലാം വിദേശ ഇനങ്ങളടക്കം ഉള്ള നായ്ക്കളുടെ, വില കൂടിയ നായ്ക്കളുടെ തന്നെ ഒരു കാവൽ ആ വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരിക. അതെ, ശരി. ചന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.